ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോ ആയാലോ? കാണാൻ ഇന്ന് നമുക്കിത് ഈ മീൻ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാം. ഉണ്ടാക്കുന്ന ഡിഷിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളൊരു പേര് സജസ്റ്റ് ചെയ്ത് തന്നാൽ മതി. ഓക്കെ, ഈ മീനിൻ്റെ പേര് തിലാപ്പി എന്നാണ് ഇവിടെ പറയാറ്. നിങ്ങളുടെ നാട്ടിലെന്താ പറയാന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. മീൻ മുറിച്ചെടുക്കാം. മുറിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, നല്ല തോണിയുണ്ട്. മീൻ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ തൊലി ഞാൻ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. തൊലി ഞാൻ പൊളിച്ച് കളഞ്ഞു. ഇതിനെ നമുക്കതിന് വറുക്കാൻ വേണ്ടിയിട്ട് വരയിട്ട് നമുക്ക് വറുക്കാം. നമുക്കിത് വറക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് മസാല പിടിപ്പിക്കാം. അതിന് നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വാളംപുളി ഒഴിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇത് നമുക്ക് വരിഞ്ഞ് വെച്ച മീനിലേക്ക് നല്ലോണം ചേർത്ത് കൊടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് പാന് ചൂടാക്കിയിട്ട് മീൻ വറക്കാൻ വെക്കാം. പാന് ചൂടായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കാം. മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. മീൻ വറുത്തത് മാറ്റി വെച്ചിട്ട് നമുക്കിതിൽ ഈ മീനിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മസാല കൂട്ടും കൂടി തയ്യാറാക്കാനുണ്ട്. ചട്ടി തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ടു. ഉള്ളിയും കറിവേപ്പില.
ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു തക്കാളി ഒരു ഉള്ളിയാട്ടോ എടുത്തത്. ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി. അതുവരെ നമുക്കിത് അടച്ചു വെക്കാം. നമുക്കിത് തുറന്നു നോക്കാം. നല്ലോണം കുറച്ച് വാടി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് നേരത്തെ മീനിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മസാലയുടെ അത് ചേർത്ത് കൊടുക്കാം. മഞ്ഞളും ഉപ്പും മുളകും പച്ചമുളകും ഇഞ്ചിയൊക്കെ മിക്സാക്കിയില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്തിരി പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മസാല ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. നമുക്കൊരില ചൂടാക്കി എടുക്കാം. ഈ മസാലക്കൂട്ടും മീനും കൂടി മിക്സാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചട്ടി ചൂടാക്കി എടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇല വെച്ച് കൊടുക്കാം. ഇലയിലേക്ക് നമുക്ക് ഇപ്പം തയ്യാറാക്കി വെച്ച കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നമുക്ക് വറുത്ത് വെച്ച മീൻ വെച്ചെടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാലയും കൂടി നമുക്ക് വെച്ചെടുക്കാം. അടുത്തതായി നമുക്കിതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം.
നമുക്കൊന്ന് അടച്ച് ഒരു സിമ്മിലിട്ട് ഒരു 5 മിനിറ്റ് ഇതിനൊന്ന് മിക്സാക്കി എടുക്കാം. ഹലോ ഗൈസ്, നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.